കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നൊരു വാർത്തയാണ്. അതായത് കണ്ണൂരിൽ കൊണ്ടായിരുന്ന അനുരാജ് എന്ന് പറഞ്ഞ ആൾ തിരുവനന്തപുരത്ത് വന്ന് വീട്ടിൽ വന്ന് ഒരു പെൺകുട്ടിയെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ 14 വയസ്സേ ഉള്ളൂ, ആ കുട്ടിയെ വന്ന് പീഡിപ്പിച്ചു. അതുകൂടാതെ വേറൊരു കുട്ടിയെ കൂടെ വിളിച്ച് പീഡിപ്പിച്ചെന്ന്. ഇതിൻ്റെ അകത്ത് എല്ലാവരും ന്യായീകരിക്കുന്നു, അല്ല ഇവൻ്റെ മുഖം എല്ലാവരും കാണിക്കുന്നു, ഇവനെ നാണം കെടുത്തുന്നു. അതിനൊക്കെ ഒരു കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ആണായതുകൊണ്ടാണോ അവനിങ്ങനെ ശിക്ഷ അർഹിക്കപ്പെടുന്നത്. അങ്ങനെ ചെയ്യുന്നതിൽ അർത്ഥമില്ല. കാരണം അങ്ങനെ ചെയ്യുന്നത് മൂലം എന്നാ സംഭവിക്കുന്നു, മറ്റുള്ള പെണ്ണുങ്ങൾക്ക് അതൊരു വളമായിട്ട് മാറിയേക്കും. ഒരു തെറ്റ് ചെയ്ത ആണിനും പെണ്ണിനും ശിക്ഷ ഒരുപോലെ ഉണ്ട്. പിന്നെ പെണ്ണിനെ ഇച്ചിരി സ്ഥാനം കൂടുതൽ കൊടുക്കുന്നതുകൊണ്ട് അവർ തലയിൽ കയറിയിരുന്ന് എല്ലാം ചെയ്യുന്നു. പണ്ടൊരു കാലം പെണ്ണല്ലേ എന്ന് ഓർത്ത് കരുതി. ഇനിയിപ്പോൾ അതങ്ങ് മാറാൻ പോവുക. കാരണം മെൻസ് അസോസിയേഷനും ഒക്കെ നല്ല സ്മാർട്ടായി. കാരണം ആ പെണ്ണുങ്ങൾ ഈ ദുരുപയോഗിക്കുന്ന എല്ലാ അവസരവും നമ്മൾ കേട്ടില്ലേ, നാളെ ഒരു വൈറലാകാൻ വേണ്ടി ഒരു ചെറുക്കനെ അവൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം അവളായിട്ട് തള്ളിപ്പിറക്കി ചെന്ന എല്ലാം ചെയ്തിട്ട് അവനെ നാണക്കേടായിട്ട് അവൻ ആത്മഹത്യ ചെയ്യുന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൂടിക്കൂടി വരുമ്പോൾ ആണുങ്ങൾക്കും അവർക്കും ദേഷ്യം വന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഇതിൻ്റെ അകത്തെ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, ഈ പെങ്കൊച്ചിന് 14 വയസ്സേ ആയുള്ളൂ. അതായത് കണ്ണൂർ കിടക്കുന്ന അനുരാജിന് ആൾക്കാർ വീട്ടിലില്ലാത്ത സമയത്ത് തിരുവനന്തപുരത്ത് കിടക്കുന്ന പെണ്ണ് വിളിച്ചു വരുത്തി. അതിൻ്റെ അകത്തെ പ്രശ്നം അതാണ്. അവിടുത്തെ പ്രധാന പോയിൻ്റ് അതാണ്. പ്രായം ചെറുതായതുകൊണ്ടാണ് ഇപ്പോൾ ഒരു കരുണയോടെ എല്ലാവരും ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ ഈ ചെയ്യുന്ന തെറ്റിൽ ഇവൻ കാണിച്ചതും ഭയങ്കര മോശമായിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടി ഇന്നലെ കണ്ടവനോടുകൂടി അതിന് മാത്രം പറയാനിരിക്കുന്നത്. തന്നെയല്ല, നഗ്നചിത്രങ്ങൾ അവന് കിട്ടി. നഗ്നചിത്രം ഏതായാലും അവൻ വന്ന് അവളുടെ വീട്ടിൽ വന്ന് എടുത്തുകൊണ്ട് പോയതല്ലല്ലോ, ഈ പെങ്കൊച്ച് കൊടുത്തതല്ലേ. അപ്പോൾ ഓർത്ത് നോക്കണം. അപ്പോൾ നഗ്നചിത്രം കൊടുത്തു, അപ്പോൾ എല്ലാം അവൻ കണ്ടു. ഇനിയിപ്പോൾ എന്നാ കാര്യം, ഇനി വേറുള്ള കാര്യങ്ങളോട് ചെയ്യാൻ അവൾ വിളിച്ചു വരുത്തി. വീട്ടിൽ ആരും ഇല്ലാ സമയത്ത്, അങ്ങനെയുള്ള ആ പെണ്ണിൻ്റെ കൊച്ചിൻ്റെ ഒരു റോളും ഇല്ലെങ്കിൽ കൊച്ചു ആരും ഇല്ലാ സമയത്ത് വിളിച്ചു വരുത്തുമോ. അപ്പോൾ ഈ ലൈംഗികമായ ഒരാഗ്രഹം, അതായത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് വിളിച്ചത്. പിന്നെ ഇത് മാത്രമല്ല, ഇപ്പോൾ എല്ലാവരും പറയുന്ന പോലെ ഇത് എത്രാമത്തെ അനുഭവമാണെന്ന് ആർക്കറിയാം. അതുകൊണ്ട് പലപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, പലരെയും കൗൺസിൽ ചെയ്യാം, പലരുടെ ഇങ്ങനത്തെ പ്രശ്നങ്ങളോട് വരുമ്പം കാണാം, പലപ്പോഴും ഇതിന് ഇതിന് അനുവദിച്ചു കൊടുക്കുന്നത് പിള്ളേർ സെറ്റുകളായിരിക്കും, ചെറുപ്പക്കാരായിരിക്കും. പക്ഷേ ഇതിൻ്റെ അകത്ത് മിസ്റ്റേക്ക് വരുന്നത്, മൈനറായ ഒരാളെ ഏത് കാരണവശാലും അവരുടെ വയസ്സ് അത്ര ഉള്ളെന്ന് അറിഞ്ഞതിന് ശേഷം അതിന് അറ്റംപ്റ്റ് ചെയ്യുന്ന മുതിർന്ന വ്യക്തിക്ക് ശിക്ഷ ലഭിച്ചിരിക്കും. വേറെ രാജ്യങ്ങളിലൊക്കെയാണ് അതിന് പിന്നെ സീരിയസ് പണിഷ്മെൻ്റാണ്. നമ്മുടെ ഇവിടെ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ആരാണേലും മൈനറാണെന്നൊരു കാര്യം കേട്ടാൽ മൈൻഡ് ചെയ്യാനേ പോയേക്കരുത്. അതായത് UK നടന്നൊരു സംഭവം ഓർക്കുന്നു. ഒരു വഴിയെ നടന്നു പോവുക, മുന്നിങ്ങനെ ചെറിയ കനാല് പോലത്തെ സ്ഥലത്തോട് നടന്നു പോവുക. അപ്പോൾ പെട്ടെന്ന് മുൻപിൽ പോയ പെങ്കൊച്ച് പെട്ടെന്ന് സ്ലിപ്പായി വെള്ളത്തിലോട്ട് വീഴാൻ തുടങ്ങിയപ്പോൾ ഒരാൾ പിടിച്ചതെന്നായി പീഡനമായി മാറി. അതായത് പിടിക്കുകയോ എന്നാ സംഭവിച്ചാലും അതിനുള്ള അവകാശം മൈനറായ ഒരാളെ വേറൊരു പുരുഷന് ഒന്നും ചെയ്യാനുള്ള അവകാശമില്ല. പെൺകുട്ടിയെ ഒരു കാരണവശാലും ഒന്നും ചെയ്യാൻ, അത് ചിലപ്പോൾ രക്ഷപ്പെടുത്താൻ വേണ്ടി പിടിച്ചതാണോ, വളർത്താൻ പിടിച്ചതാണോ, തളർത്താൻ പിടിച്ചാണോ, കൊല്ലാൻ പിടിച്ചാണോ, ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് മുതിർന്ന ഓരോ വ്യക്തികളും ഓർക്കണം, അവനവൻ ആ കോണ്ടാക്ട് ചെയ്യുന്ന വ്യക്തിക്ക് മൈനറാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ കെയർഫുൾ ആയിരിക്കണം. പല ആളുകളെ എനിക്കറിയാം, അധ്യാപകരായിട്ടുള്ളവരും മറ്റുള്ളവരും പലരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അവരെ വിളിച്ചുകൊണ്ട് വീട്ടിൽ പോകുമോ, അവരെ കൂടുതൽ സഹായിക്കുകയോ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓപ്പോസിറ്റ് സെക്സിനോട് ഡീൽ ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആകണം. പിന്നെ ഈ ഫോട്ടോയും വീഡിയോയും എല്ലാം കണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ആളുകൾക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അവർക്കറിയത്തില്ല. ആകെ ഒരു ഇതിലാണ്. വീഡിയോയും എല്ലാം നഗ്നചിത്രങ്ങളും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ കണ്ണൂരിരിക്കുന്നതിന് ഇരിക്കപ്രതിയില്ല. നോക്കണേ, കാലം പോയ കാലം. നമ്മുടെ പിള്ളേരൊക്കെ പിള്ളേരുടെ ശരിയാണ്. ഇപ്പോൾ അവർ 9ാമത്തെ വയസ്സിൽ അവർക്ക് പീരിയഡ്സ് അവർ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അവർക്ക് ഓൾറെഡി അവർ നേരത്തെ തന്നെ അഡൽട്ടായി മാറി. എന്നാൽ അതിനുള്ളത് ഗവൺമെൻറ് ഇട്ട് അംഗീകരിക്കുന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാ 10 വയസ്സായ പെൺപിള്ളേരോടും ആൺപിള്ളേരോടും പറയണം, എനിക്ക് തോന്നുന്നു അവരെ ഇങ്ങനത്തെ ജീവിതത്തിന് വേണ്ടി അനുവദിച്ചു കൊടുക്കണമെന്ന് തോന്നുന്നത്. ആ കാലമായി. കാരണം അവരെല്ലാം ഇതുപോലെ വീട്ടിൽ ആളില്ലാത്ത സമയത്ത് വിളിച്ചു വരുത്തും. അല്ലെങ്കിൽ ഇതുങ്ങളെ ആളില്ലാത്ത സമയത്ത് വിളിച്ചു വരുത്താൻ ഇതുങ്ങളെ ഒന്നും ഒരിടത്ത് വീട് പൂട്ടിയിട്ടിട്ടേ പോകാൻ പറ്റുള്ളൂ. കാരണം ഇന്നത്തെ കാലം അങ്ങനെ ആയിപ്പോയി. കാരണം വെച്ചാൽ ഇതിനകത്തൊന്നും വീട്ടിലൊന്നും ഒതുങ്ങുന്നതല്ല. കാരണം ഈ കൊച്ചു കുട്ടികളുടെ എന്തിനീ മൊബൈൽ കൊടുക്കുന്നത്, കുട്ടികൾക്ക് എന്തിനാണ് ഇങ്ങനെ എക്സ്പോഷർ കൊടുക്കുന്നത്? ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്ന പോലെ 17 വയസ്സിന് താഴെയുള്ള കൊച്ചുങ്ങൾ ഉപയോഗിക്കേണ്ടതേ. എന്നാ എത്ര പറയാനുള്ള കോമൺ ഫോൺ, പണ്ട് നമ്മുടെ BSNL ഫോൺ വെച്ചിരുന്നില്ലേ, കോമൺ ഫോൺ അങ്ങ് വെച്ചേക്കുക. അല്ലെ നമ്മുടെ പ്രസൻസിൽ അവരെന്തെങ്കിലും കാര്യങ്ങൾ കാണാൻ അനുവദിക്കുക. അതുകൊണ്ട് പ്രത്യേകിച്ച് ഏത് ഞരമ്പ് രോഗം ഉള്ളവരാണെങ്കിലും ശരി, അവൈലബിളായിട്ട് സർവീസസ് യൂസ് ചെയ്യുക, അത് ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം വല്ല കാട്ടിലും കിടക്കുന്ന പെൺപിള്ളേരുടെ പുറകെ പോയ അഴി എണ്ണേണ്ട വരത്തില്ലേ. നിയമം സ്ട്രിക്റ്റ് ആകണം. ഇത് പെണ്ണിനും ആണിനും ഒരുപോലെ പിടിച്ചിട്ട് ചാമ്പണം. അല്ലാതെ ഇവരെ മാത്രം ചാമ്പിയിട്ട് എന്താ കാര്യം, എടുത്തിട്ട് പോരുന്ന ആണുങ്ങളെ മാത്രം. ആണുങ്ങൾ തെറ്റുകാരാണ്, ഇല്ലെന്നല്ല, ഇതിൻ്റെ അകത്ത് തെറ്റാണ്. മൈനറായ ഒരാളുടെ പുറകെ പോയെന്നുള്ളതാണ് ഇതിലെ മേജർ മിസ്റ്റേക്ക്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം ഈ അനുരാജിനെ എല്ലാവരും കൂടി ഇട്ട്
ഇതാക്കുന്നുണ്ട്. അവിടെ തിരുവനന്തപുരത്ത് വരെ വരേണ്ട വന്നോ ഒരു പെണ്ണിനെ കിട്ടാൻ വേണ്ടിയിട്ട്? അതും പിന്നെ വരാനുള്ള വഴി തെങ്ങുക എന്ന് പറഞ്ഞ പോലെ അവിടുന്ന് ഇവിടം വരെ വണ്ടിയും പിടിച്ച് വന്നിരിക്കുന്നു. അതുകൂടാതെ കൂട്ടുകാരി പെണ്ണിനെയും കൂടെ വിളിച്ച് പീഡിപ്പിച്ചു. അപ്പോൾ എന്ത് ചെയ്താലും ഇതിനെ പീഡനമെന്നേ പറയുള്ളൂ. ഇനിയിപ്പോൾ രണ്ടുപേരുടെ സമ്മതിച്ചുകൊണ്ട് ചെയ്ത കാര്യത്തിനും പീഡനമെന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാരണം ഇത് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതെന്നെ പീഡിപ്പിച്ചെന്ന്. ഇതുകൊണ്ടിപ്പോൾ ഈ യഥാർത്ഥത്തിൽ ഒരാൾ പീഡിപ്പിക്കപ്പെട്ടാൽ പോലും ആരും മൈൻഡ് ചെയ്യാത്തൊരു കാലമായി മാറി. അതുകൊണ്ട് നിങ്ങളെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം ചെയ്യാൻ വേണ്ടി. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതിൻ്റെ കണ്ട പോലെ മഴയത്ത് വെള്ളത്തിൽ മുങ്ങിയ ഒരാൾ രക്ഷപ്പെടാത്ത രാജേഷ് എന്ന് പറഞ്ഞ ആൾ സ്വന്തം ലൈഫ് ജാക്കറ്റ് ഊരി അയാൾക്ക് കൊടുത്തിട്ട് അയാൾ രക്ഷപ്പെടുകയും ചെയ്തു, ഇങ്ങനെ ചത്തും പോയി. അപ്പം ഇപ്പോൾ അയാൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്ന അയാൾക്കിട്ട് പിടിച്ച് 4 കൊടുക്കണമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ വേറൊരാളെ രക്ഷിക്കാനാണെങ്കിൽ പോലും, നമ്മൾ വേറൊരാളെ സൂചിപ്പിക്കാനാണെങ്കിൽ പോലും കണ്ണൂരിൽ നിന്ന് വണ്ടി പിടിച്ച് തിരുവനന്തപുരം വരെ ചെല്ലേണ്ട ആവശ്യമില്ല. അതും മൈനറായ ഒരാളുടെ പുറകെ. അപ്പോൾ എല്ലാ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം തന്നെ അവൾ രക്ഷപ്പെട്ടും പോയി, ഇവൻ്റെ ആപ്പിലാവുകയും ചെയ്തു. അതുകൊണ്ട് എന്നാ കാര്യം ചെയ്യുമ്പോഴും സൂക്ഷിച്ചും കണ്ടും ചെയ്താൽ നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ അവസാനം അവർ തല ഊരിയിട്ട് പോവുകയും ചെയ്യും. ദാണ്ട കിടക്കുന്നു. അതുകൊണ്ട് എല്ലാ മനുഷ്യരുടെയും മുമ്പിൽ ഒരു ഓർമ്മ വേണം. ഈ പിള്ളേർ സെറ്റിനോട് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കണം. കാരണം അവർ മൈനറാണ്, അവർ രക്ഷപ്പെട്ടു പോവുകയും ചെയ്യും, ഈ അഡൽട്ടായുള്ളവർ അനുഭവിക്കുകയും ചെയ്യും. ഇപ്പോൾ ഒരു കൗൺസിലറുടെ കാര്യം കേട്ടു. കൗൺസിലർ മൈനറായ ഒരാളെ കൗൺസിലിംഗ് നടത്തിയതിന് ശേഷം ഒറ്റയ്ക്ക് പിടിച്ചുകൊണ്ട് പോയി പെരുമാറി. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത്, നമ്മുടെ ഹൃദയം തുറക്കുക, നമ്മുടെ വസ്ത്രം ഊരി കാണിക്കുക, ഇതൊക്കെ ചെയ്യുന്നത് എപ്പോഴാണ്, എന്നതാണ്, അതിനെല്ലാത്തിനും ഒരു സമയവും നമ്മുടെ സേഫ്റ്റിയും പ്രിക്കോഷൻസും നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്നാന്ന് ചോദിച്ചാൽ ഇതുപോലെ പണി കിട്ടും. അതുകൊണ്ട് കുഞ്ഞുങ്ങളായിട്ടുള്ളവർക്കും പ്രത്യേകമായിട്ട് എഡ്യൂക്കേഷൻ വീട്ടിൽ കൊടുക്കണം. അന്യരായവർ അന്യരാണ്. പണ്ട് കൊച്ചിലെ തന്നെ കേട്ടില്ലേ, ബാഡ് ടച്ച് ഗുഡ് ടച്ച് ഒക്കെ പഠിപ്പിക്കുന്നത്. അതൊക്കെ എന്തിനാണ് പഠിപ്പിക്കുന്നത്? വല്ലവരോട് നമ്മൾ മിണ്ടുമ്പോൾ ഇടപെടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരോട് എന്ത് പറയണം, എന്ത് കാണിക്കണം, നമ്മുടെ സേഫ്റ്റിയിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കണം. അല്ലെങ്കിൽ ഇതെല്ലാം ചെയ്തതിന് ശേഷം ഇത് നമ്മളെ പീഡിപ്പിച്ചതെന്ന് പറഞ്ഞ് കാറരുത്. ഇതെല്ലാം നമ്മൾ സ്വയം സമ്മതത്തോടെ ചെയ്താൽ സമ്മതിക്കുക. സ്വയം സമ്മതത്തോടെ ചെയ്തതാണെങ്കിൽ അവസാനം കാല് വാരേണ്ട ആവശ്യമില്ല. ഇഷ്ടമില്ല അത്രേ ഉള്ളൂ. അല്ലാതെ അവർ രണ്ടുപേരുടെ സമ്മതിച്ച കാര്യത്തിന് പിന്നെ പീഡനമാണെന്ന് പറയുകയും പിന്നെ അത് മുഴുവൻ അയാളുടെ പുറത്ത് കെട്ടി പിറകത്താൻ നിൽക്കട്ടെ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ ചില നിയമത്തിൻ്റെ കുരുക്കുകൾ നമ്മൾ അറിയേണ്ടതാണ്.